നമസ്തേ, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ നിസ്റ്റിനെ കുറിച്ച് സംപ്രേഷണം ചെയ്ത അധ്യായത്തിൻ്റെ തുടർച്ചയാണ് ഇത്തവണ ജനക്ഷേമത്തിൽ. രാഷ്ട്രവികസനത്തിന് പിൻബലമേകുന്ന ഒട്ടേറെ ഗവേഷണങ്ങളും പഠനങ്ങളും പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ കീഴിൽ സ്ഥാപിതമായ നിസ്റ്റ് എന്ന സ്ഥാപനത്തിൽ നടന്നുവരുന്നു. ഊർജ്ജോൽപാദനം, ഭക്ഷ്യ സംസ്കരണം എന്നീ മേഖലകളിൽ CSIR നിസ്റ്റ് കൈവരിച്ച നേട്ടങ്ങൾ അതുല്യമാണ്. Now, country is one of the fastest growing nation in any of the country in the globe. Our GDP is higher than any of the nation in the globe. And we are targeting the Viksit Bharat in 2047. We wanted to make it a developed nation. When we are reaching the 2047, we are celebrating the 100 years. And different aspect, everyone can contribute that country's growth. Especially if you look at the CSIR NIST, we are looking into that type of scientific input to the country's growth. CSIR NIST has the plan to contributing which are the area they can help scientifically and some of the advancement in the research in particular area, either biotechnology, either agro processing, food processing, or material science, energy sector. We are working on it. Definitely, research is the important for any country's growth. That's what we looking into that. Last 50 years, we contributed for the national building. We continue to contribute to reach our Viksit Bharat 2047. And now we are focusing on more on agro processing. If you look at, we are working on the different agro waste, converting into the value added product. For example, rice husk, we converting is a cutlery, the plate and spoon like that. We transfer more than 15 companies on that. And one of the technology is the only technology in the country has more than 90% of the fiber. From the agro residue, we are converting as the leather substitute or vegan leather. So that's what CSIR looking into that, how to increase the value for the waste product and also value for the farmers what they are producing in the field. ഇത് അഗ്രോ പ്രോസസിംഗ് ആൻഡ് ടെക്നോളജി ഡിവിഷനാണ്. ഈ വിഭാഗത്തിലെ പ്രധാന ഗവേഷണങ്ങൾ എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സംസ്കരണ രീതി, മറ്റ് അസംസ്കൃത വസ്തുക്കളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മിതി സംബന്ധിച്ചുള്ള സാങ്കേതിക വിദ്യകളുടെ നിർമ്മിക്കലാണ്. അത് മാത്രമല്ല, വിവിധ തരത്തിലുള്ള റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് പ്രോഡക്ട്സ്, അതുപോലെ ഫങ്ഷണൽ ഫുഡ്, ന്യൂട്രാസ്യൂട്ടിക്കൽ, കേരളത്തിൻ്റെ തനതായ കാർഷിക വിഭവങ്ങളായ സ്പൈസസ്, അതുപോലെ എണ്ണക്കുരുക്കൾ, അതുപോലെ അരി, മറ്റ് ചെറുധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, ഇവരുടെ എല്ലാ സംസ്കരണത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വിഭാഗത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്ത സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ചെടുത്ത ചില പ്രോഡക്റ്റ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് വീഗൻ ലെതർ എന്ന് പറയും. വീഗൻ ലെതർ എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തുകലിൽ നിന്നും ബദലായിട്ട് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ചില കാർഷിക ഉപോൽപ്പന്നങ്ങളിൽ നിന്നും വികസിപ്പിച്ചെടുത്ത തുകലാണിത്. ഇതിന് അനിമൽ ലെതറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു ഹാഫ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഉൽപ്പാദന ചിലവ് 50% വരുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കമ്മോഡിറ്റി പ്രോഡക്ട്സും നമുക്ക് ഇതിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. ഈ സാങ്കേതികവിദ്യ ഞങ്ങൾ 12ഓളം ഇൻഡസ്ട്രികൾക്ക് നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഈ ജാക്കറ്റ് ഇത് ഈ മേൽപ്പറഞ്ഞ വീഗൻ ലെതറിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്തതാണ്. ഇതിന് മറ്റ് ഗുണങ്ങൾ ഏറെയുണ്ട്. അതായത് പൊല്യൂഷൻ വളരെ കുറവാണ്. ഒരു കെമിക്കലോ ഹസാഡസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. 100% ബയോഡിഗ്രേഡബിൾ ആണ്. പ്ലാസ്റ്റിക് നിരോധിതമായിട്ടുള്ള ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ചില പ്രോഡക്റ്റ്സാണിത്. ഇത് ഉമി, തവിട് തുടങ്ങിയ ഉപോൽപ്പന്നങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള 100% ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലേറ്റ്സ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ടേക്ക് അവേ കണ്ടെയ്നേഴ്സ്, അതുപോലെ കപ്പുകൾ, സ്പൂൺ എല്ലാം ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇത് 20ഓളം ടെക്നോളജി ട്രാൻസ്ഫർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ധാരാളം യൂണിറ്റുകൾ കമ്മീഷനിങ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോഡക്റ്റ്സ് എല്ലാം വളരെ ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. This institute started working with the SPICE and SPICE principles.
Look at the whole world. It's more than 70% of the spices in India, and Kerala is leading the spice exporters. Exclusively, if you look at oleoresins, we are 50% of the world oleoresin markets belongs to India. That too in Kerala. So if you see the origin of these two companies and what we are making from the CSIR itself, CSIR NEST contribution. ഇതെല്ലാം നമ്മുടെ സാങ്കേതിക വിദ്യയിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. കേരളത്തിൻ്റെ തനതായ കാർഷിക വിഭവങ്ങളായിട്ടുള്ള ഏത്തക്കായ, നാളികേരം, സുഗന്ധവിളകൾ, എണ്ണക്കുരുക്കൾ, അരി, തവിട് അങ്ങനെയുള്ള എല്ലാ രീതിയിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇത് പച്ചക്കായയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരു റെഡി ടു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് മിക്സാണ്. അതുപോലെ തന്നെ സുഗന്ധവികളിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള സത്തുകൾ, കളർ ഉൽപ്പന്നങ്ങൾ അതെല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ, മില്ലറ്റ്സ് ഇതിനെല്ലാം ധാരാളം പ്രോഡക്റ്റ്സ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. വ്യാവസായിക സംരംഭകർക്ക് അനുസൃതമായിട്ടുള്ള പ്രോഡക്ട്സുകൾ സാങ്കേതിക വിദ്യയിലൂടെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് ഒരു പ്ലാന്റ് അടിസ്ഥാനത്തിൽ, വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും കൺസൾട്ടൻസിയും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രികൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ഇൻക്യുബേഷൻ ഫെസിലിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ ഈ മേൽ പറഞ്ഞ എല്ലാ രീതിയിലുള്ള കാർഷിക ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പ്രോസസ്സിംഗ് സംബന്ധിച്ച് ഓരോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പൈലറ്റ് പ്ലാന്റ് ഉണ്ട്. അപ്പം ഒരു വ്യവസായിക്ക് അനുസൂചിതമായ രീതിയിലുള്ള ഉൽപ്പന്നം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെഷീനറീസും ഇവിടെയുണ്ട്. അതെല്ലാം അവർക്ക് ഇൻക്യുബേഷൻ അടിസ്ഥാനത്തിൽ പ്രവർത്തന സജ്ജമാക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും CSIR NIST നേതൃത്വം നൽകി വരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഹൈഡ്രജൻ വാലി പദ്ധതി, ഉറവിട ബയോമെഡിക്കൽ വേസ്റ്റ് സംസ്കരണത്തിലൂടെയുള്ള ഊർജ്ജോൽപാദന പദ്ധതി ഇവയെല്ലാം തന്നെ CSIR NISTന്റെ സാങ്കേതിക മികവിൽ ഉരുത്തിരിഞ്ഞവയാണ്. How to utilize the energy. For example, this room, whatever the light, can we use the same light to create energy? That's what Trivandrum Airport, we have put it model system. The indoor light has been used, photovoltaic system. We are monitoring the indoor air quality monitoring system. It is established Trivandrum Airport. റിന്യൂവബിൾ എനർജി മേഖലയിലെ ഗവേഷണങ്ങൾ വളരെയധികം പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാധാരണഗതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏരിയ അല്ലാതെ സസ്റ്റൈനബിൾ എനർജി മേഖലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നിഷ് ഏരിയാസ് എന്നുള്ള രീതിയിലാണ് ഈ ഡിവിഷനിലെ ഗവേഷണങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. മൂന്നാം തലമുറ, അതായത് തേർഡ് ജനറേഷൻ ഫോട്ടോവോൾട്ടൈക്സിൽ ഉൾപ്പെടുന്ന ഡൈസെൻസിറ്റൈസ്ഡ് സോളാർ സെൽ, പെറോസ്കേറ്റ് സോളാർ സെൽ, ഇതുപോലെയുള്ള പുതിയ മേഖലകളിലാണ് ഇവിടെ റിസർച്ച് നടക്കുന്നത്. അതിൽ തന്നെ അതിനൂതനമായ ഒരു മേഖലയാണ് ഇൻഡോർ ഫോട്ടോവോൾട്ടൈക്സ്. അതായത് ഒരു റൂമിലെ, ഇതുപോലെയുള്ള ഒരു റൂമിലെ ആംബിയൻറ്റ് ലൈറ്റ് ഹാർവെസ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അതുകൊണ്ട് സോളാർ സെൽസ് ഡെവലപ്പ് ചെയ്യുക, സോളാർ മോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്യുക. ആ പവർ ഉപയോഗിച്ച് നമുക്ക് ചില എക്യുപ്മെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു 1000 ലക്സ് അല്ലെങ്കിൽ 1500 ലക്സാണ് ലൈറ്റ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്. ഒരു 1500 ലക്സ് ലൈറ്റ് വരുന്ന ഒരു റൂമിൽ ഏതാണ്ട് 42% എനർജി കൺവേർഷൻ, 42% എനർജി കൺവേർഷൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സോളാർ സെല്ലുകൾ ഈ ലാബിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സോളാർ സെൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എവിടെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വെച്ച് പവർ ചെയ്യാൻ സാധിക്കുന്ന ലോ പവർ ഗാഡ്ജറ്റ്സ് ഇഷ്ടം പോലെയുണ്ട്. ഇന്നത്തെ കാലത്ത് എയർ ക്വാളിറ്റി മോണിറ്ററിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എയർ ക്വാളിറ്റി മോണിറ്ററിങ് അല്ലെങ്കിൽ ഒരു റിമോട്ട് കൺട്രോളറാകാം, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് കീബോർഡാകാം, മൗസാകാം, ഏത് തരത്തിലുള്ള സെൻസർ ഡിവൈസ് ആകാം, ഇതിനെല്ലാം ഓട്ടോണമസ് ആക്കാനായിട്ട്, അതായത് ബാറ്ററി ഫ്രീ ആയിട്ട് ഈ ഡിവൈസ് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോളാർ പാനൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻഡോർ സോളാർ പാനൽ മാത്രം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു എയർ ക്വാളിറ്റി മോണിറ്റർ നമ്മൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ബഹുമാനപ്പെട്ട മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് അനാവരണം ചെയ്തത്. ഇതുപോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻഡോർ ഫോട്ടോവോൾട്ടൈക്സിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ എനർജറ്റിക് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് പവർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമുക്കിതുകൊണ്ട് ബിൽഡിംഗ് ഫസാഡ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിലുപയോഗിക്കുന്ന ഡൈസിൻ്റെ കെമിസ്ട്രി കൺട്രോൾ ചെയ്യാമെങ്കിൽ പല നിറങ്ങളിൽ, ഇപ്പോൾ സിലിക്കൺ സോളാർ സെൽ നിങ്ങൾക്കറിയാം ഒരു നിറം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് പകരം
പല നിറത്തിലുള്ള സോളാർ പാനൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അത് വിൻഡോസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോളാർ മുഖപ്പുകൾ, അതായത് ഫസാഡ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ തരുന്നതിൻ്റെ കൂടെ തന്നെ അത് എനർജിയും ജനറേറ്റ് ചെയ്യും. ആ രീതിയിലാണ് തേർഡ് ജനറേഷൻ ഫോട്ടോ വോൾട്ടേക്സിൽ, പർട്ടിക്കുലർലി ഇൻഡോർ ഫോട്ടോ വോൾട്ടേക്സിൽ നമ്മുടെ ആക്ടിവിറ്റി പോകുന്നത്. ഇനി എനർജി സ്റ്റോറേജ്, ഓഫ് കോഴ്സ് എനർജി ജനറേഷൻ്റെ കൂടെ തന്നെ വായിക്കുന്ന ഒരു കാര്യമാണ് എനർജി സ്റ്റോറേജ്. എനർജി സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ കപ്പാസിറ്ററിലും ബാറ്ററിയിലും ഗവേഷണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അഗ്രി വോൾട്ടേക്സ് എന്ന് പറയുന്ന മറ്റൊരു അതിനൂതനമായ മേഖലയുണ്ട്. എങ്ങനെയാണ് സ്മാർട്ട് ഫാമിംഗ്, അതായത് എനർജി ജനറേറ്റ് ചെയ്യാം, ഒപ്പം തന്നെ അത് അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനും എങ്ങനെ സഹായിക്കും എന്നുള്ളത്, അതാണ് അഗ്രി വോൾട്ടേക്ക്. അർബൻ അഗ്ലോമറേഷൻ കൂടി വരുന്ന ഈ കാലത്ത്, അതായത് ഒരു മിനിറ്റിൽ ഏകദേശം 20 പേര് ഗ്രാമങ്ങളിൽ നിന്ന് സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നാണ് ഒരു കണക്ക്. അങ്ങനെ അർബൻ പോപ്പുലേഷൻ കൂടി വരുന്ന കാലത്ത് അർബൻ എനർജി ഡിമാൻഡ് ഈസ് ഓൾസോ റൈസിങ്. അപ്പോൾ അവിടെ 40% ഓഫ് ദി എനർജി എക്സ്പെൻഡിച്ചർ ബിൽഡിങ്ങുകളിൽ നിന്നാണ് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് എനർജി കൺസർവേഷൻ, AC ബിൽഡിങ്ങിൻ്റെ എയർ കണ്ടീഷനിങ് ചെയ്യാം, ബിൽഡിങ്ങിനെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഹീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോഴെല്ലാം വിൻഡോസാണ് ഏറ്റവും കൂടുതൽ എനർജി നഷ്ടപ്പെടാൻ കാരണമാകുന്നത്. ഒന്നുകിൽ എനർജി പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ എനർജി അകത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു സ്റ്റിമുലസിനനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ, അതിനെയാണ് സ്മാർട്ട് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ സ്മാർട്ട് വിൻഡോ ടെക്നോളജിയിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു തെർമോ ഇലക്ട്രിക് ജനറേറ്റർ സിസ്റ്റത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ സെറ്റപ്പാണ്. തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻഡസ്ട്രിയൽ സെറ്റപ്പിലോ ഏതൊരു ഇൻഡസ്ട്രി സെറ്റപ്പ് ആകുമ്പോൾ കുറേ അധികം ഹോട്ട് എഫ്ലുവൻസോ അല്ലെങ്കിൽ ഹോട്ട് കാര്യങ്ങൾ പോകുന്ന ഒരുപാട് പൈപ്പ് ലൈൻസ് ഉണ്ടാകും. ആ പൈപ്പ് ലൈൻസിൻ്റെ ഒക്കെ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരിക്കും, അതായത് അന്തരീക്ഷ ഊഷ്മാവുമായിട്ട് ഒരു വ്യത്യാസം ഉണ്ടാകും. ആ ടെമ്പറേച്ചറിലുള്ള ഡിഫറൻസിന്, ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്തരം സിസ്റ്റത്തിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡിജിനസ് മെറ്റീരിയൽ വേണം. അപ്പോൾ ആ ഏരിയയിൽ നമ്പർ 1 ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫ്ലെക്സിബിളായിട്ടുള്ള സിസ്റ്റം ഇതിൽ, അതായത് ഇപ്പോൾ ഹോട്ട് പൈപ്പ് ലൈൻ ആണെങ്കിൽ പൈപ്പ് ലൈനിൽ ചുറ്റാൻ പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിളായിട്ടുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതാണ് ഈ കാണുന്നത്. ഇതാണ് ഈ ഫ്ലെക്സിബിൾ സിസ്റ്റം. ഇതിനെ പൈപ്പിൽ ചുറ്റിക്കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പിൽ ഇപ്പോൾ ഒരു ചിമ്മിനി എടുക്കുകയാണെങ്കിൽ ചിമ്മിനിക്ക് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ആ സിസ്റ്റത്തിലാണെങ്കിൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസിനെ നമുക്ക് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. ഒന്നും വേസ്റ്റായി പോകാതെ എല്ലാം ഹീറ്റ് ഡിഫറൻസിൽ നിന്നുണ്ടാവുന്ന പൊട്ടൻഷ്യലിനെ നമ്മൾ ഉപയോഗിച്ച് വോൾട്ടേജായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സിസ്റ്റമാണ് ഈ കാണുന്നത്. 2025 is a year of golden jubilee of CSIR NIST Trivandrum. ഇതിൻ്റെ ഭാഗമായിട്ട് മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡിവിഷൻ ഈ ഗോൾഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി, ഗോൾഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി, നാഷണൽ ഫെസിലിറ്റി, ഈ ആൾസോ വി ഹാവ് സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ CSIR NIST. ഇത് കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഗോൾഡ് ടെസ്റ്റിംഗ് ഇന്ന് വരെ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ ഓർണമെൻ്റൽ ഗോൾഡാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ മിനറൽ ഗോൾഡും ഫോർ എക്സാമ്പിൾ മിനറൽ സോയിലുള്ള ഗോൾഡും നമുക്ക് ഈ ഗോൾഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്കിതിനെ നമ്മൾ BIS സ്റ്റാൻഡേർഡ് എടുക്കാൻ പോവുകയാണ്. സോ ഇത് കൺട്രിയിൽ തന്നെ നാഷണലി ദിസ് ഇസ് ദ ഓൺലി ഗവൺമെൻറ് സ്പോൺസേർഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി ആണ്. We are expanding our wings. Recently, just last week, we established biomedical waste conversion RIC at AIIMS New Delhi. Why it is needed in the present? You may be knowing that recent past, handling the biomedical waste is a very, very huge task because transportation. For example, whatever the waste is generated in Trivandrum has to taken into the Palakkad for the incinerators. More than 500 kilometers this biomedical waste has to transported. So that energy involvement, cost involvement, the human handling of these pathogens can be converted in the hospital premises itself. That's the idea. That system has been developed here initially, then we converted as the totally automated process. Yes, we have done, but we need to validate our technology. That's what we put our machine into the AIIMS New Delhi. Now, next 3 months, AIIMS New Delhi is going to test their biomedical waste using our system, our technology. After that, we'll get the report, we'll submit to the Central Pollution Control Board, get the permission to establish a similar type of system throughout the country.
So this is what we are looking. This is the world first technology is dealing with that. ഇപ്പോൾ നിസ്റ്റിലെ തന്നെ മൂന്നാമത്തെ എൻവയോൺമെൻറ്റ് ടെക്നോളജിയിലെ മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് ഈ ഡയോക്സിൻ റിസർച്ച് ആൻഡ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡയോക്സിൻ റിസർച്ച് ലബോറട്ടറി CSIR നിസ്റ്റിലാണുള്ളത്. ഇപ്പോൾ ഡയോക്സിൻസ് എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു കെമിക്കൽ ക്ലസ്റ്റർ ഓഫ് കോമ്പൗണ്ട്സ് ആണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക് പോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ബേൺ ചെയ്യുമ്പോഴുണ്ടാകുന്ന വാതകത്തിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു ടോക്സിക് കെമിക്കലാണ് ഡയോക്സിൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം വാതകങ്ങൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തെ ഉണ്ടാകുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പല പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഏതൊക്കെ അളവിലാണ് ഈ ഡയോക്സിൻ്റെ അളവുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് കത്തിക്കുമ്പോഴുള്ള എത്രയൊക്കെയാണ് ഉണ്ടാകുന്നത്, അതുകൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് റിസ്ക് റിലേറ്റഡ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ്, ഇത്തരം പഠനങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഡിവിഷനിൽ ചെയ്യുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും സീ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡയോക്സിൻ്റെ അളവ് കൃത്യമായിട്ട് അതിനകത്ത് അനലൈസ് ചെയ്തിരിക്കണം. പ്രത്യേകിച്ചും യൂറോപ്പ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് മുൻകാലങ്ങളിൽ നമ്മൾ ഈ സാമ്പിൾ ഇന്ത്യക്ക് പുറത്ത് അയച്ച് അനാലിസിസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഏകദേശം 1 ലക്ഷത്തിലധികം രൂപയായിരുന്നു ഓരോ സാമ്പിളിനും ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്തു, അതോടൊപ്പം തന്നെ മെത്തഡ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം സാമ്പിളിൻ്റെ അനാലിസിസ് കോസ്റ്റ് ഏകദേശം 30,000 രൂപയ്ക്ക് താഴെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏകദേശം 400 കോടിയിലധികം രൂപയുടെ കൺസൈൻമെൻ്റ് ആണ് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കേഷൻ വഴി പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. Recent project, the waste water comes from the industry. We are converting as the hydrogen gas. That plant already we have set up in the CSIR NIST itself, and I am very happy we are also part of Hydrogen Valley program of Government of India to Kerala. Only 2 Hydrogen Valley is approved by the Government of India. One is the Pune, another one is the Kerala. Along with the ANAT, Kerala government, we are also part of that to make that hydrogen from the wastewater comes from the industrial wastewater industry. So we are working on such projects. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രയോറിറ്റി ഓഫ് ഏരിയ ഓഫ് റിസർച്ചാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നിസ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈം ഏരിയയാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മലിനജലത്തിൽ നിന്ന് ഹൈഡ്രജൻ്റെ ഉൽപ്പാദനമാണ്. യൂസിങ് MEC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈക്രോബിയൽ ഇലക്ട്രോപിക് കെമിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തന്നെ ക്യാൻറ്റീൻ പുറന്തള്ളുന്ന വേസ്റ്റ് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വേസ്റ്റ് വാട്ടറിൽ നിന്ന് ഹൈഡ്രജനോടൊപ്പം തന്നെ റീയൂസ് ചെയ്യാൻ വരുന്ന ക്ലീൻ വാട്ടറുമാണ് നമ്മൾ ഇതുവഴി ഉൽപ്പാദിപ്പിക്കുന്നത്. Yeah, 50 years is a huge contribution for the development of the country. Particularly, we are focused more on the Kerala and southern India. And for next 10 years, our challenge is big because we wanted to take it the bigger project, which is the first in the globe. One is that biomedical waste. We are the only institution in the globe is working on biomedical waste conversion in the chemical method. Second project is that indoor photovoltaics. We wanted to utilize the light energy, converting into the proper using the indicators, how to utilize without battery. That area also we are focusing, that is the unique area. And agrovoltaics, we wanted to use the land for the agriculture as well as generating the electricity using the agrovoltaics. That also our focus. That energy is the another focus. Again, hydrogen, we wanted to produce the hydrogen from the wastewater. 50 വർഷങ്ങൾ പിന്നിടുന്ന CSIR നിസ്റ്റ് ശാസ്ത്ര ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും മുന്നിൽ തുറന്നിടുന്ന അവസരങ്ങൾ അനന്തമാണ്. പുതിയ ആശയങ്ങളുമായി എത്തുന്ന സംരംഭകർക്ക് നിസ്റ്റിലെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻറ്റർ പിൻബലമേകുന്നു. ലോകോത്തര നിലവാരത്തിലുള്ള പഠന ഗവേഷണ സംവിധാനങ്ങളാണ് നിസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. And we are offering the PhD courses for the students. Almost more than 300 students are working under the CSIR, giving the degree in the different biological science and chemical science and engineering science. Even agriculture science we are offering the degree from CSIR NIST Trivandrum. We have a very good facilities for the hostel facilities and very good environment to work, to play around the high science here. ഏറ്റവും പ്രധാനമായി CSIR UGC ഫെലോഷിപ്പ്, DST ഇൻസ്പയർ ഫെലോഷിപ്പ്, ICMR ഫെലോഷിപ്പ്, പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ്, ഇതുപോലുള്ള നാഷണൽ ഫെലോഷിപ്സ് ക്വാളിഫൈ ചെയ്ത് വരുന്ന കുട്ടികൾക്ക് വർഷത്തിൽ 2 തവണ PhDക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇത്
ഞങ്ങളുടെ തന്നെ ഡീം ടു ബി യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഉള്ള അക്കാഡമി ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇന്നോവേറ്റീവ് റിസർച്ച് വഴിയാണ് ഡിഗ്രി അവാർഡ് ചെയ്യുക. സാധാരണയായി ഓഗസ്റ്റ് സെഷനും ജാനുവരി സെഷനും PhD രജിസ്ട്രേഷൻ പോസിബിളാണ്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. ഇപ്പം ഞാനിവിടെ അനുഭവിക്കുന്ന ഇവിടുത്തെ വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസും അടിപൊളി മെൻറ്റർഷിപ്പും നല്ല ഗൈഡൻസും എല്ലാമാണ്. ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ലെവലിലാണ് ഞാനിവിടെ PhD ചെയ്യുന്നത്. എൻ്റെ വർക്ക് ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ഏർലി ഡിറ്റക്ഷൻ ഓഫ് അൾസൈമേഴ്സ്. ഇതുകൊണ്ട് എനിക്ക് മാത്രമല്ല ലോകത്തിനും വളരെ തന്നെ ഉപയോഗമുണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ ലെവൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിട്ടുള്ള കണക്ഷൻ, ലോകത്തേക്കുള്ള നല്ലതിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ച്വൽ വർക്ക് എന്ന് പറയുന്ന റിസർച്ച് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. MSc പ്രോജക്റ്റ് അല്ലെങ്കിൽ BTech പ്രോജക്റ്റ് ചെയ്യാനുള്ള അവസരവും NIST-ലുണ്ട്. 24/7 ഓൺലൈനായിട്ട് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള സമയങ്ങളിൽ വളരെയധികം ആപ്ലിക്കൻസ് ഉള്ളത് കാരണം കുറച്ച് നേരത്തെ 3 മാസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് അവസരങ്ങളുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. ഫ്ലെക്സിബിൾ ഇലക്ട്രോണിക്സ് ആൻഡ് പ്രിൻ്റഡ് ഡിവൈസസ് ഗ്രൂപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഗവേഷണ ഏരിയ ലിക്വിഡ് ക്രിസ്റ്റൽസ് ആൻഡ് ഡിവൈസസ് ആണ്. ഇത് കൂടാണ്ട് നമ്മുടെ ഗ്രൂപ്പ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്, പീസോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്, ഇലക്ട്രോ കെമിസ്ട്രി എന്നീ ഏരിയകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. And recently we started incubation center and the startups, and Kerala already starting lot of startups here, and we are tied up with the Kerala Startup Mission and other organizations. Anybody wanted have some idea, they can come and incubate their company in CSIR NIST, take the support of CSIR NIST scientists to develop their idea to the form of prototype or the materialize the business model. We are hand holding. Already more than 10 startups are incubated at CSIR NIST. Very soon we are going to inaugurate our new startup incubation complex. It is under construction. Then we can accommodate more startups in our campus. And also they can explore the possibilities of getting the funding and other wherever the government agency and the private agency or the angel investors who can fund the startups. That provision also we are trying to provide for our startups and entrepreneurs in our campus. CSIR NIST ഇന്നൊവേഷൻ സെൻറ്റർ 2023 ഡിസംബറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 23 സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 വർഷം പിന്നിട്ടു. നമുക്കിപ്പോൾ ഇവിടെ 10 ഇൻക്യുബേറ്റീസ്, 10 സ്റ്റാർട്ടപ്പ് കമ്പനീസിനെ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 3 തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെയാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് റെസിഡൻറ്റ് ഇൻക്യുബേറ്റിയാണ്, അവർക്കിവിടെ നമ്മളൊരു ഓഫീസ് സ്പേസ് കൊടുക്കും. അപ്പോൾ അവർക്കായിട്ടുള്ള ഓഫീസ് സ്പേസാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത്തത് അസോസിയേറ്റ് ഇൻക്യുബേറ്റീസ് ആണ്. അസോസിയേറ്റ് ഇൻക്യുബേറ്റീസിന് നമ്മൾ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കും, പക്ഷേ അവർക്കൊരു റെസിഡൻറ്റ് ഓഫീസ് ഉണ്ടാവില്ല. മൂന്നാമത്തത് നമ്മളുടെ സ്റ്റുഡൻസിൽ നിന്നും മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും വരുന്ന ഐഡിയാസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പ്രീ ഇൻക്യുബേഷൻ അല്ലെങ്കിൽ ഐഡിയ ഇൻക്യുബേഷൻ എന്ന ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇവിടെ ചെയ്യുന്ന റിസർച്ച് ആക്ടിവിറ്റീസിൽ അവർക്ക് പങ്കാളികളാവും, നമ്മുടെ ടെക്നോളജീസ് അവർക്ക് എടുക്കാം. നിസ്റ്റിൻ്റെ ഗവേഷണ കാര്യങ്ങൾ ചെറുകിട, ഇടത്തര, വൻകിട, മൾട്ടിനാഷണൽ വ്യവസായങ്ങൾക്ക് വേണ്ടി റിസർച്ച് ചെയ്യാം. അതിൽ പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്നൊവേറ്റീവായിട്ടുള്ള ബ്രേക്ക് ത്രൂ R&D റിസർച്ച് മിക്കവാറും സ്പോൺസേഡ് റിസർച്ചും കൊളാബറേറ്റീവ് റിസർച്ചും ആയിട്ടാണ് CSIR NIST ഏറ്റെടുക്കുന്നത്. അതേസമയം തന്നെ ചെറുകിട, ഇടത്തര വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, പ്രോസസ് ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് എന്തെങ്കിലും ട്രബിൾ ഷൂട്ടിങ്ങും പ്രശ്നപരിഹാരങ്ങളുമായിട്ടും ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരും എൻജിനീയർമാരും അതിന് ഇടപെടുന്നതായിരിക്കും. അങ്ങനെയുള്ള പ്രോജക്റ്റുകളെല്ലാം എടുത്ത് ചെയ്യുന്നതാണ്. വെയ്റ്റ്ലെസ് ജാക്കറ്റ് വിച്ച് ഈസ് എ സെൽഫ് ഹീറ്റിംഗ് ജാക്കറ്റ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു ഹീറ്റിംഗ് ഡിവൈസ് ഉണ്ട്. വി ഹാവ് ഡൺ സം ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ്സ് ഹിയർ.
ഈ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ്സ് സെൽഫ് ഹീറ്റിംഗ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ ജാക്കറ്റ് വാം ആയിരിക്കും. ഇത് നമ്മൾ കണ്ടക്ടിങ് ഇങ്ക് എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് മെറ്റീരിയൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ കണ്ടക്ടിങ് മെറ്റീരിയൽ നമ്മൾ ഈ ഫാബ്രിക്സിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഒരു വെരി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റിസർച്ചാണ്. ബേസിക്കലി നാനോ ജനറേറ്റർ ടെസ്റ്റിംഗ് മെഷീനാണ്. പൊതുവെ എല്ലാ മെക്കാനിക്കൽ എനർജിയും തന്നെ ഒരു ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി, അതായത് ഇലക്ട്രിസിറ്റി കൺവേർഷനുക്ക് വേണ്ടി ഹൗ ടു മോണിറ്റർ ദ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം ദി പ്രഷർ. ദറ്റ് മീൻസ് മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണിത് ആക്ച്വലി. So many companies are coming here, they're working with us. Jointly we are developing the solutions for the problem of the industry. That's what CSIR NIST made for that. We continue to do that. Please visit CSIR NIST. If you have anything to idea to incubate here, or you wanted to study, or even you wanted to explore what the science, what we are doing it here, please, our gate always open for anybody to visit our company. വിവിധ മേഖലകളിലായി ഏറെ സുരക്ഷിതമായും സൂക്ഷ്മതയോടും കൂടി നിസ്റ്റിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ രാഷ്ട്ര നിർമ്മാണത്തിന് കരുത്തു പകരുന്നു. നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിലൂടെ നമ്മുടെ വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ CSIR NIST വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അജയ്യ ശക്തിയായി വളരുവാൻ കരുത്തു പകരുന്നു. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നമസ്കാരം.